ഡോക്ടർ അനീസ് അലീസ് മൈൻഡ് വെൽനസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സർ, നമുക്ക് ഇപ്പൊ കമന്റിൽ വന്നതാണ്, ഒരു സ്ത്രീയുടെ ഭയങ്കരമായ ഒരു ആകുലതയാണ്. 40 വയസ്സാണ്. അപ്പം ഇവര് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഭയങ്കര ടോക്കറ്റീവും ഭയങ്കര പുറത്തു പോകാനും ഒക്കെ എല്ലാം താല്പര്യമുള്ള ഒരാളായിരുന്നു. അപ്പൊ ഇപ്പം വീട്ടിലൊക്കെ കുട്ടികളോട് സംസാരിക്കുക, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ പുറത്ത് പോവുക, ആളുകളെ ഫേസ് ചെയ്യുക, ഒരു ഫംഗ്ഷന് പോകാൻ താല്പര്യമില്ല, പിന്നെ അധികം സംസാരിക്കാനൊന്നും പുറത്ത് ആളുകളോടൊന്നും മിങ്കിൾ ചെയ്യാൻ താല്പര്യമില്ലാണ്ട് വരിക. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അവര് നേരിടുകയാണ് ഇപ്പൊ. അത് ആരോട് പറയാൻ വയ്യ, ഹസ്ബൻഡിനോട് ഒന്നും പറയാൻ പറ്റാതെ ഇങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥ. ഇത് പലതരത്തിലുണ്ടാവും ഇത്തരം കാര്യങ്ങൾ. ചില കുട്ടികളൊക്കെ നമ്മളൊക്കെ ഫാമിലിയിൽ നമ്മളൊന്ന് നോക്കിയാൽ കിട്ടും. ചില ഫാമിലിയിൽ കുട്ടികളാവുമ്പോൾ ഭയങ്കര ആക്റ്റീവായിട്ട് സംസാരിച്ചുകൊണ്ടും ഓടിച്ചാടി നടന്നൊരു കുട്ടികൾ ഒരു പ്രായം ഒരു 10-12 വയസ്സ് ഒരു പ്യൂബർട്ടി സ്റ്റാർട്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് പിന്നെ സൈലൻറ്റിലേക്ക് വരുന്ന ഒരു ചേഞ്ചസ് നമ്മൾ ചില ആളുകളിൽ കാണാറുണ്ട്. അതൊക്കെ ഒരു നോർമൽ ഫിനോമിനായിട്ട് തന്നെ പോകാറാണ്. ചില കുട്ടികൾ അങ്ങനെ ഉണ്ട്. പക്ഷെ അല്ലാതെ ചില ആളുകൾ ഇപ്പോൾ ഇതിൽ ഈ കമൻറ്റിൽ പറഞ്ഞ പോലെ ചില ആളുകൾ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു, ഭയങ്കര ടോക്കറ്റീവ് ആയിരുന്നു, എല്ലാത്തിലും ഇൻവോൾവ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനത്തെ ഫംഗ്ഷൻസും പരിപാടിയൊന്നും പങ്കെടുക്കാൻ പറ്റില്ല. അല്ലെ സ്വന്തം കുടുംബത്തിലൊക്കെ പറയുന്നില്ലെന്ന് പറയുമ്പോൾ നമ്മൾ പലതരത്തിൽ നമ്മളെ ചിന്ത പോകണം. ഞങ്ങളെപ്പോലത്തെ ആളുകളിൽ പ്രത്യേകിച്ച് അങ്ങനെയാണ് വരിക. ഒന്നെന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ, എന്തെങ്കിലും സിറ്റുവേഷൻസ് അവർ അതിലേക്കൂടെ കടന്നു പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്തിന് വിറ്റ്നസ് ആവുകയോ ചെയ്തിട്ടുണ്ടാവാം. ചിലപ്പോൾ അതിൻ്റെ കാരണം കൊണ്ട് ഒരു ഉൾവലിച്ചിൽ വരാം. അല്ലാതെ ടെൻഷൻ വരില്ലല്ലോ അല്ലേ സാറേ? അതാ ടെൻഷൻ വരാനുള്ള കാരണമാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ ഈ ടെൻഷൻ്റെ കാരണം ചിലപ്പോൾ എന്തെങ്കിലും ഉൾഭയങ്ങൾ, ചിലപ്പോൾ നമ്മൾ സാധാരണ ഈ എന്താ പറയുക, ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പല വാർത്തകളും അവിടെയും ഇവിടെയും നടന്നതും കേട്ടതുമായിട്ട് കേൾക്കുന്നു. ഇതൊക്കെ നിങ്ങളെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ ആ ഒരു പിക്ചർ നിങ്ങളുടെ മൈൻഡിൽ എവിടെയോ കിടക്കുന്നുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടും ഇങ്ങനെയൊക്കെ വരാം. അപ്പോൾ ആ ഒരു ഇത് കാരണം ഒരു ചെയ്യണമെന്നുണ്ടെങ്കിൽ, സംസാരിക്കണമെങ്കിൽ ഇത് മിസ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ തരത്തിൽ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയോ അതെൻ്റെ വീട്ടിലോ കുടുംബത്തിലോ പശ്ചാത്തലത്തിലോ അത് പ്രശ്നം ഉണ്ടാക്കുമോ, ഇങ്ങനെ മറ്റുള്ള കുടുംബത്തിൽ അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അതിന് കാരണമാണ് അവരുടെ സെപ്പറേഷൻ ഉണ്ടായത്, ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ അവർ ഉൾവലിച്ചിട്ട് തുടങ്ങും. പ്രത്യേകിച്ച് ഫീമെയിൽ സൈഡിൽ നിന്നൊക്കെ ആകുമ്പോൾ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ആളല്ലെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ പുറത്ത് പോയിട്ട് നിങ്ങളെ കൊളീഗ്സിനായിട്ടും സംസാരിക്കുകയോ മറ്റോ ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊരു നേച്ചർ അനുസരിച്ചിട്ട് ചെയ്യുന്നതാണെങ്കിൽ കൂടി അത് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഭർത്താവ് അല്ലെങ്കിൽ ഈ പുറത്ത് പ്രശ്നം ഉണ്ടാക്കും. സ്വാഭാവികമായിട്ടും നിങ്ങളതിനൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഒരു പ്രശ്നമായി മാറും. ആയത്തിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഡിഫെൻഡ് ചെയ്യും, പിന്നീട് ചിലപ്പോൾ നിങ്ങൾക്കത് ഒരു പ്രശ്നമായി തോന്നും. എന്നാൽ നിങ്ങൾക്ക് ഇപ്പുറത്ത് നിങ്ങളെ ഫാമിലി ലൈഫ് കുട്ടികളുമായിട്ട് പൊരുത്തപ്പെട്ട് നല്ല രീതിയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങളെ നേച്ചർ അതിന് സമ്മതിക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ പ്രകൃതി ചെറുപ്പം മുതൽ അങ്ങനെ ആയതുകൊണ്ട് നിങ്ങളെ കൂട്ടുകെട്ട് നിങ്ങളെ വിളിച്ചുകൊണ്ടേയിരിക്കും. നീ വാടോ, ഇല്ലാതെ ടൂർ പോകാൻ പറ്റില്ല, കാരണം നീയാണ് നമ്മളെ എല്ലാ കമ്പനിൻ്റെ ഗ്യാങ് ലീഡർ, ടീം ലീഡർ, അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ആ തരത്തിലൊരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് മറ്റു മറുവശത്ത് എതിർക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ കിടന്ന് കളിക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലും ഉണ്ടാവാം. അത് എന്താണെന്ന് അറിയണമെങ്കിൽ ശരിക്കും സുദീർഘമായിട്ട് നമ്മൾ ആ പേഴ്സണായിട്ടൊരു ഇൻ്റർവ്യൂ നടത്തുമ്പോൾ മാത്രമേ, ഇൻഡിവിജ്വൽ ഇൻട്രാക്റ്റീവ് ഇൻ്റർവ്യൂ ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ എന്തുകൊണ്ടാണ് നിങ്ങൾ അതിലേക്ക് എത്തിയത്. ഞാൻ പറഞ്ഞത് രശ്മിക്ക് മനസ്സിലായി. അപ്പോൾ രശ്മിക്ക് അങ്ങനെയൊന്നും ഇല്ലാത്ത വളരെ ആക്റ്റീവായ ഒരാളാണ്. ഇപ്പോൾ എങ്ങനെ ഉണ്ടാവുന്നുണ്ട് നിങ്ങൾ വീട്ടുകാർ എൻ്റെ അടുത്ത് ഒന്ന് കംപ്ലയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ പറ്റി ഒന്ന് സ്റ്റഡി ചെയ്തെങ്കിൽ മാത്രമേ എനിക്കറിയുള്ളൂ. കാരണം നിങ്ങളെ മുമ്പുണ്ടായ അനുഭവങ്ങൾ, നിങ്ങൾ കോളേജ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത്തരത്തിൽ എന്തെങ്കിലും വ്രണങ്ങൾ നിങ്ങളുടെ മനസ്സിൽ, സബ് കോൺഷ്യസ് മനസ്സിൽ എവിടെയും കിടക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞിട്ട് അത് പ്രോപ്പറായിട്ട് ഞാൻ അതിനൊരു ഗൈഡൻസ് കൈകാര്യം ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് അതിനെപ്പറ്റിയൊരു കംപ്ലീറ്റ് അസസ്മെൻറ്റ് നിങ്ങളെപ്പറ്റി എടുക്കാൻ പറ്റുള്ളൂ, സാധിക്കുള്ളൂ. അപ്പോൾ അതല്ലാത്ത ചില ആൻസൈറ്റിയോ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ, ചില ടെൻഷനൊക്കെ ആണെങ്കിൽ അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് ചെറിയ മെഡിക്കേഷനൊക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ടോക്കറ്റീവായിട്ടുള്ള ആളും ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് മുന്നോട്ട് വരാൻ പറ്റും. പക്ഷെ അല്ലാത്തൊരു കേസിൽ അത് വരണമെന്നുണ്ടെങ്കിൽ അത് പ്രയാസമാണ്. പിന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് കൗൺസിലിങ്ങിലൂടെ കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളുടെ മനസ്സിൽ CBT, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്നൊക്കെ പറഞ്ഞതിൽ അപ്പോൾ നമുക്ക് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും മനസ്സിലാക്കിയത് തെറ്റുണ്ടെങ്കിൽ അതിനെ കറക്റ്റാക്കിയിട്ട് നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എന്താണെങ്കിലും ഒരു ഡയഗ്നോസിസ് മസ്റ്റാണ്. നിങ്ങളെപ്പറ്റിയൊരു സ്റ്റഡി നല്ലോണം നടത്തിയതിന് ശേഷം മാത്രമേ ആ ഡയഗ്നോസിസിലേക്ക് എത്താൻ പറ്റൂ. അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റോ കൗൺസിലിങ്ങോ എന്താ വേണമെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു ക്യാരക്ടർ ആണെങ്കിൽ, ആദ്യം ഒന്നുമില്ലാതെ പിന്നെ ഡെവലപ്പ് ചെയ്ത കാര്യങ്ങളാണെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യാം. എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ഒരു മൈന്യൂട്ടായിട്ട് എന്തെങ്കിലും ഉണ്ടാവും. അതെ. അപ്പോൾ അതൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തോ പോയിട്ട് ഒരു ഇവാലുവേഷൻ നടത്തിയിട്ട് എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളതൊന്ന് മനസ്സിലാക്കണം. അത് ലിസൺ ചെയ്തിട്ട് പിന്നെ ട്രീറ്റ്മെൻറ്റ് അവർ പറഞ്ഞനുസരിച്ച് മുന്നോട്ട് പോകണോ പോകണ്ടേ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം.
താങ്ക് യു സർ. തീർച്ചയായിട്ടും. അങ്ങനെ നമുക്കില്ലാത്ത ശീലങ്ങളിൽ നിന്ന് അത് വ്യത്യസ്തമായിട്ട് വരിക, പെട്ടെന്ന് ഒരു ഇത്രയും കഴിഞ്ഞിട്ടൊരു പേടി വരിക, 40 ഏജിലാണല്ലോ വരിക. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും സാറ് പറഞ്ഞതുമാതിരി ഒരു ഡോക്ടറെ കൺസൾട്ടിങ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരമാവും. അപ്പോൾ അത് സാറ് പറഞ്ഞത് മാതിരി തന്നെ ചെയ്യുക. അപ്പം എല്ലാം നല്ലതായിട്ട് വരട്ടെ. സോ നമ്മൾ ഈ എപ്പിസോഡ് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇനിയും ഇതുപോലെ ഒരുപാട് വേദനകളുണ്ടാവും. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടാതെ വരും. അപ്പോൾ അത് തീർച്ചയായിട്ടും സാറ് അതിനുള്ള കറക്റ്റ് നിങ്ങൾക്ക് നിർദ്ദേശം തരുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ എഴുതി അറിയിക്കുക. ഡോക്ടർ അനീസ് അലീസ് മൈൻഡ് വെൽനസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഷെയർ ചെയ്യാൻ മറക്കരുത്. സോ താങ്ക് യു വെരി മച്ച്. വി ആർ കൺക്ലൂഡിങ് ദിസ് എപ്പിസോഡ്സ്.